എല്ലാവർക്കും നമസ്കാരം. പാചകത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിഞ്ചർ ക്യാരറ്റ് കേക്കാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ചേരുവകൾ ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ച് വയ്ക്കുക. ഇനി വേറൊരു ബൗളിൽ 200 ഗ്രാം ബട്ടർ എടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള അൺസാൾട്ടഡ് ബട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 200 ഗ്രാം പഞ്ചസാര പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. 200 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 13 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചിട്ട് തന്നെ ചേർക്കുക. എന്നിട്ട് ഇതൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നല്ലൊരു ക്രീമിയായി കിട്ടും. ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. 3 മുട്ടയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു 3 തവണയായിട്ട് ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക. ആദ്യം കുറച്ച് ചേർക്കാം. എന്നിട്ട് അത് ഇതിലേക്ക് നല്ലപോലെ യോജിച്ച് വരുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ചും കൂടി ചേർക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ളതും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഇത്രയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരല്പം ജാതിക്ക ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അധികം ആകരുത്. ഒരു 1/4 ടീസ്പൂണൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത് നല്ലൊരു രുചിയാണ്. ഇതൊന്ന് യോജിപ്പിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മൈദയുടെ ഒക്കെ കൂട്ട് ചേർക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 3 ക്യാരറ്റാണ് ഇതിനു വേണ്ടി ഞാൻ ഗ്രേറ്റ് ചെയ്തത്. ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, ഒരു വലിയ പിടി അണ്ടിപ്പരിപ്പ്, ഒരു ചെറുനാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഇത്രയും ചേർക്കാം. ചെറുനാരങ്ങയുടെ തൊലി എടുക്കുമ്പോൾ അതിൻ്റെ പുറമേയുള്ള മഞ്ഞ ഭാഗം മാത്രം എടുക്കുക. ഉള്ളിലുള്ള വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ കേക്കിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. ഇതോട് ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത് വയ്ക്കാം. എന്നിട്ട് ആ ബട്ടറിൻ്റെ കൂട്ടിലേക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ടിൽ നിന്നും 1/3 ഭാഗം ചേർക്കാം. ഇതോടൊപ്പം തന്നെ ആ ക്യാരറ്റിൻ്റെ മിക്സും 1/3 ഭാഗം ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സായി വരുന്നവരെ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി കുറച്ചും കൂടി മൈദയും ക്യാരറ്റിൻ്റെ മിക്സ് കൂടി ചേർത്ത് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്യാം. ഇനി ബാക്കിയുള്ള പൊടി മുഴുവനും ചേർക്കാം. ക്യാരറ്റിൻ്റെ മിക്സ് മുഴുവനും ചേർക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നാൽ നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതിനി ബേക്ക് ചെയ്യാനുള്ള ടിന്നിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ 8 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ടിൻ, അടിയിലൊരു ബേക്കിംഗ് പേപ്പർ വിരിച്ചിട്ട് ഇതിൻ്റെ വശങ്ങളിൽ മൈദ തട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആ കേക്ക് ബാറ്റർ മാറ്റാം. ബാറ്റർ വശങ്ങളിലേക്ക് ഇതുപോലെ ഒന്ന് പുഷ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ബാറ്റർ മുഴുവൻ ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത് 3-4 തവണയൊന്ന് തട്ടി എയർ ബബിൾസ് ഒക്കെ ഒന്ന് പുറത്ത് കളഞ്ഞ ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 50 തൊട്ട് 60 മിനിറ്റ് വരെയാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഓവനില്ലാതെ നമുക്കിത് സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേ സമയം തന്നെയാണ് സ്റ്റൗ ടോപ്പിൽ നമുക്ക് വേണ്ടി വരുന്നത്. ഇതിപ്പോൾ റെഡിയായിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പുറത്തെടുക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ട് പുറത്തു വന്നെങ്കിൽ ഈ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു തെർമോമീറ്റർ ഉണ്ടെങ്കിൽ അത് കേക്കിൻ്റെ സെൻറ്ററിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റീഡിങ് 94 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ടെന്നാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് ടിന്നിലും തണുത്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം കേക്ക് മുറിക്കാൻ. ഈ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്ചറായിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഈ കേക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.